ഹലോ കൂട്ടുകാരെ, നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പിയിലെ അടുത്തതായിട്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടതായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇതിപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ വലിയൊരു കടായി തന്നെ വെക്കാൻ വേണ്ടി നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വലിയ കടായി വെക്കണ്ട. ഞാനിപ്പം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വലിയ കടായി വെച്ചത്. അപ്പോൾ നമ്മുടെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ മുട്ടയൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ മുട്ട നല്ലതുപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണേ. അപ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ നമ്മൾ എപ്പോഴും ഫ്രൈഡ് റൈസിന് എടുക്കുമ്പോൾ ഇച്ചിരി എണ്ണ കൂടുതൽ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. പിന്നെ സാധാരണ വെളിച്ചെണ്ണ എടുക്കാതെ ഓയിലോ വെണ്ണയോ എടുക്കാൻ വേണ്ടി നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. എന്നാൽ മാത്രമേ കറക്റ്റ് ഫ്ലേവർ കിട്ടത്തുള്ളേ. അതിനുശേഷം നമ്മുടെ മുട്ട വറുത്ത് മാറ്റി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് വേവിച്ച ചിക്കനാണ് കേട്ടോ. നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ച് അതിനകത്ത് നെല്ലും കഷ്ണങ്ങളൊക്കെ മാറ്റി ചെറിയ പീസായിട്ട് എടുത്ത ചിക്കനാണ്. അത് എണ്ണയിൽ ആ മുട്ട വറുത്ത അതേ എണ്ണയിൽ തന്നെ ഒന്ന് നല്ലതുപോലെ ചിക്കി പൊരിച്ചെടുക്കുക. സാധാരണ ഇത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ വേണമെങ്കിൽ ഇതുപോലെ ചെറിയ പീസായിട്ട് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഫ്രൈ ചെയ്തെടുത്ത് നേരിട്ട് നമുക്ക് ഫ്രൈഡ് റൈസിലോട്ട് ചേർത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ വേവിച്ചതായതുകൊണ്ടാണ് എണ്ണയിലോട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഇച്ചിരി എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ്. വലിയ കടായി ആയതുകൊണ്ട് ആ ചിക്കൻ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചിക്കൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം, ഒന്നും കുഴപ്പമില്ല. ഞാനിപ്പം സ്ഥലം ഉള്ളതുകൊണ്ട് മാത്രം അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചാണ്. പിന്നെ ആ എണ്ണ ഒഴിച്ചു കൊടുത്തതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം അതിനകത്തേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പകുതി സവാള ചേർത്ത് കൊടുത്താൽ മതി. ഈ സവാളയ്ക്ക് പകരം സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പ്രിംഗ് ഒനിയൻ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം. ഞാനിവിടെ മഞ്ഞ ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പച്ച കളറിലെ ക്യാപ്സിക്കം കൂടി എടുത്തിട്ടുണ്ട്. ഒരു കളർഫുൾ ആവാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ചേർത്താൽ മതി കേട്ടോ. അത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്താലും മതി. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കില്ല അവർക്ക് ഹെൽത്ത്. അതുകൊണ്ടാണ് ഈ വെജിറ്റബിൾസ് ചേർക്കുന്നത്. ഈ വെജിറ്റബിൾസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ചിക്കനും മാത്രമായിട്ട് ചേർത്താലും ഫ്രൈഡ് റൈസ് സൂപ്പറായിരിക്കും. പക്ഷേ ഇതൊക്കെ കൂടി ഉള്ളപ്പോൾ ഒരു കളർഫുള്ളാണ്, കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനൊക്കെ തോന്നും. അപ്പോൾ നമ്മുടെ സവാള നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാബേജ് പെട്ടെന്ന് ഒരു ആവി കയറിയാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1-1.5 കപ്പ് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ചില്ലി സോസും പിന്നെ കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് ചില്ലി സോസാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഒരു എരിവിന് വേണ്ടി മാത്രമാണ് റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. നമ്മുടെ സോസും അതുപോലെ തന്നെ നല്ലതുപോലെ വഴണ്ടി വരണം. അതിന് വേണ്ടിയാണ് ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടി പറയുന്നത്. നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിനകത്തേക്ക് സ്പ്രിംഗ് ഒനിയനും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ശരിക്കും നമ്മൾ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള റൈസ് ഐറ്റംസ് ഇതുപോലെ സീരീസ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇതിപ്പോൾ നമ്പർ 6 ആണ് കേട്ടോ, ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.